നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കപ്പൽ നിർമ്മാണശാലയായ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഏകദേശം 1388ഓളം ഒഴിവുകളാണ് നിലവിൽ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രമുഖ കപ്പൽ നിർമ്മാണശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. നമുക്കിവിടെ കാണാം. ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഇവിടെ ഏറ്റവും മുകളിലത്തെ ലൈനിലായിട്ട് തന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഫീഡ്ബാക്ക് സെക്ഷനൊക്കെ താഴെയായിട്ട് ഇവിടെ കരിയേഴ്സ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു കരിയേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നിരവധി ഓപ്ഷൻസ് ഇത്തരത്തിൽ ഓപ്പണായി വരുന്നതായിരിക്കും. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ കരിയർ നോൺ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇവിടെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാം കരിയർ നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 11/6/2021 ജൂൺ 11-നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം. അതിൻ്റെ ഒരു ലിങ്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ക്ലിക്ക് ഹിയർ ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ തരത്തിൽ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പേജിൻ്റെ ലിങ്കോ ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു പെർമനൻറ്റ് ജോബ് അല്ല, ഇതൊരു കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള ജോബാണ്. അതായത് ഇനീഷ്യലി 3 വർഷത്തേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഇവർ 3 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഇവർ നടത്താൻ പോകുന്നത്. പിന്നീട് മാക്സിമം 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് മാക്സിമം 5 വർഷത്തേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോബാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള ജോബാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി 3 വർഷത്തേക്കായിരിക്കും നിങ്ങളെ കോൺട്രാക്ട് പീരീഡിൽ അവർ സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയതിന് ശേഷം പിന്നീട് അത് 5 വർഷം വരെ നീട്ടിക്കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൽകേണ്ട ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ഇന്ത്യൻ നാഷണൽസ് ഫോർ ദ ഫോളോയിങ് പോസ്റ്റ്. അപ്പോൾ താഴെ നൽകിയിരിക്കുന്ന പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടത്താൻ പോകുന്നത്. അതിൻ്റെ ടേബിൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ജൂൺ 11 മുതൽ. ഇനി നിങ്ങൾക്ക് ജൂലൈ 4 വരെ അപേക്ഷിക്കേണ്ട അവസരമുണ്ട്. അപ്പോൾ ജൂലൈ 4 ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കണം. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട പേജും ലിങ്കും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലെ ഒഴിവുകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കാം. നിരവധി ട്രേഡുകളിലായിട്ടുള്ള ഒഴിവുകളാണുള്ളത്. AC റെഫ്രിജറേഷൻ മെക്കാനിക്, കംപ്രസർ അറ്റൻഡന്റ്, കാർപ്പൻറ്റർ, ചിപ്പർ ഗ്രൈൻഡർ, കോമ്പോസിറ്റ് വെൽഡർ, ഡീസൽ ക്രെയിൻ ഓപ്പറേറ്റർ, ഡീസൽ കം മോട്ടോർ മെക്കാനിക്, ജൂനിയർ ഡ്രോപ്സ്മാൻ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്, ഫിറ്റർ, ജൂനിയർ QC ഇൻസ്പെക്ടർ മെക്കാനിക്കൽ, ഗ്യാസ് കട്ടർ, മെഷീനിസ്റ്റ്, മിൽറൈറ്റ് ആൻഡ് മെക്കാനിക്, പെയിൻറ്റർ, പൈപ്പ് ഫിറ്റർ, റിഗ്ഗർ, സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ, സ്റ്റോർ കീപ്പർ, യൂട്ടിലിറ്റി ഹാൻഡ്, പ്ലാനർ, എസ്റ്റിമേറ്റർ, പാരാമെഡിക്സ്, സെമി സ്കിൽഡ് ID2, യൂട്ടിലിറ്റി ഹാൻഡ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കായിട്ട് 1388 ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നടത്തുവാൻ പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഓരോ പോസ്റ്റിനും വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ഓരോ ട്രേഡുകളിലേക്കും അതുമായി ബന്ധപ്പെട്ട നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റാണ് ആവശ്യം. SSLCക്ക് ശേഷം ഈ പറയുന്ന ട്രേഡുകളിൽ നേടിയെടുത്ത നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റാണ് ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത. മിക്കവാറും പോസ്റ്റുകളിലേക്കും അത്തരത്തിൽ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ AC റെഫ്രിജറേഷൻ മെക്കാനിക് പോസ്റ്റിലേക്കും അത് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, മെക്കാനിക് സെൻട്രൽ എയർ കണ്ടീഷനിങ് പ്ലാന്റ്, ഇൻഡസ്ട്രിയൽ കൂളിംഗ് ആൻഡ് പാക്കേജ് എയർ കണ്ടീഷനിങ്, അതല്ലെങ്കിൽ മെക്കാനിക് കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റ് ആൻഡ് ഐസ് കാൻഡി പ്ലാന്റ്. ഇത് ഏതെങ്കിലും ഒരു ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതാണ് AC റെഫ്രിജറേഷൻ മെക്കാനിക് പോസ്റ്റിന് വേണ്ട ആ ഒരു ട്രേഡിന് വേണ്ട ക്വാളിഫിക്കേഷൻ. അടുത്ത കംപ്രസർ അറ്റൻഡന്റ് പോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് കംപ്രസർ അറ്റൻഡന്റ് എന്ന് പറഞ്ഞൊരു ട്രേഡ് അപ്രന്റീസ്ഷിപ്പ് ആക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന മിൽറൈറ്റ് മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് ആൻഡ് വർക്ക് MDL ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ, അതായത് മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മാത്രമല്ല മിൽറൈറ്റ് മെക്കാനിക്കലോ അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂളിലോ ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടത്. അത്തരത്തിലുള്ളവർക്കാണ് കംപ്രസർ അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത കാർപ്പൻറ്റർ പോസ്റ്റിലേക്ക് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ കാർപ്പൻറ്റർ അല്ലെങ്കിൽ ഷിപ്പ്റൈറ്റ് വുഡ് ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അടുത്ത ചിപ്പർ ഗ്രൈൻഡർ പോസ്റ്റാണ്. ചിപ്പർ ഗ്രൈൻഡ് പോസ്റ്റും ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് ആക്ടിന് താഴെ വരുന്ന ട്രേഡല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് NIC പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു ട്രേഡിൽ ഉണ്ടായാലും മതി. പക്ഷേ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഇത്തരത്തിലുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന
ചിപ്പർ ഗ്രൈൻഡർ അതായത് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ചിപ്പർ ഗ്രൈൻഡറായിട്ട് മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത കോമ്പോസിറ്റ് വെൽഡർ പോസ്റ്റാണ്. 7ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അതായത് വെൽഡർ GND ടിഗ് ആൻഡ് മിഗ് വെൽഡർ, സ്ട്രക്ചറൽ വെൽഡർ പൈപ്പ് ആൻഡ് പ്രഷർ വെസൽസ്, അഡ്വാൻസ് വെൽഡർ, ഗ്യാസ് കട്ടർ തുടങ്ങിയിട്ടുള്ള ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം. അടുത്ത ഡീസൽ ക്രെയിൻ ഓപ്പറേറ്റർ പോസ്റ്റാണ്. ഡീസൽ ക്രെയിൻ ഓപ്പറേറ്റർ പണ്ടൊരു ട്രേഡ് നിലവില്ല, അതുകൊണ്ട് തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടത് ഡീസൽ മെക്കാനിക് ട്രേഡിലാണ് എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഇതോടൊപ്പം ഉണ്ടായിരിക്കണം. ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ഡീസൽ ക്രെയിൻ ഓപ്പറേറ്ററൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഡീസൽ ക്രെയിൻ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഡീസൽ കം മോട്ടോർ മെക്കാനിക് പോസ്റ്റാണ്. SLCയോടൊപ്പം നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഡീസൽ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഡീസൽ, മെക്കാനിക് മറൈൻ ഡീസൽ തുടങ്ങിയുള്ള ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത ജൂനിയർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്സ്മാനിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അടുത്ത ജൂനിയർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ്. സിവിൽ സ്ട്രീമിൽ ഡ്രാഫ്റ്റ്സ്മാൻ സർട്ടിഫിക്കറ്റ് NCVTയുടെ അംഗീകരിച്ച ആ ഒരു നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയത്. അത്തരത്തിലുള്ളവർക്ക് ജൂനിയർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ പോസ്റ്റുകളിലേക്കും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ NAC നിർബന്ധമാണ്. ഓരോ ട്രേഡിലും NAC നിർബന്ധമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. ഇലക്ട്രീഷ്യൻ പോസ്റ്റിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ SLC പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകുന്നത്. ഇലക്ട്രോണിക് മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ അതിലേക്ക് SLCയോടൊപ്പം നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഈ പറയുന്ന ട്രേഡുകളിലാണ് അത് ആവശ്യം. ഇലക്ട്രോണിക് മെക്കാനിക് റേഡിയോ ആൻഡ് റഡാർ എയർക്രാഫ്റ്റ്, മെക്കാനിക് ടെലിവിഷൻ വീഡിയോ, മെക്കാനിക് കം ഓപ്പറേറ്റർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, മെക്കാനിക്കൽ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് മെയിൻ്റനൻസ്, മെക്കാനിക് റേഡിയോ ആൻഡ് TV തുടങ്ങിയിട്ടുള്ള ട്രേഡുകൾ ഏതെങ്കിലും ഒന്നിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫിറ്റർ ട്രേഡിൽ SLCയോടൊപ്പം ഫിറ്റർ, മറൈൻ എഞ്ചിനീയർ ഫിറ്റർ, അതല്ലെങ്കിൽ ഷിപ്പ്റൈറ്റ് സ്റ്റീൽ തുടങ്ങിയിട്ടുള്ള ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്ത ജൂനിയർ QC ഇൻസ്പെക്ടർ മെക്കാനിക്കൽ പോസ്റ്റിലേക്ക് SLCയോടൊപ്പം ഈ പറയുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് അതല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂനിയർ QC ഇൻസ്പെക്ടർ മെക്കാനിക്കൽ പോസ്റ്റിലേക്ക്. അപ്പോൾ ഇതുവരെ നമുക്ക് ITI കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള അതായത് ട്രേഡുകളിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഡിപ്ലോമയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ജൂനിയർ QC ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഗ്യാസ് കട്ടർ പോസ്റ്റിലേക്ക് SLCയോടൊപ്പം സ്ട്രക്ചറൽ ഫിറ്റർ, ഫാബ്രിക്കേറ്റർ, കോമ്പോസിറ്റ് വെൽഡർ തുടങ്ങിയിട്ടുള്ള ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മെഷീനിസ്റ്റ് പോസ്റ്റിലേക്ക് SLCയും അതോടൊപ്പം തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന മെഷീനിസ്റ്റ് അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ഗ്രൈൻഡർ പോസ്റ്റിൽ ഉണ്ടായിരിക്കണം. മിൽറൈറ്റ് മെക്കാനിക് പോസ്റ്റിലേക്ക് SLC കഴിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ മിൽറൈറ്റ് മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ ഉണ്ടായിരിക്കണം. പെയിൻറ്റർ പോസ്റ്റിലേക്ക് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ പെയിൻറ്റർ അല്ലെങ്കിൽ മറൈൻ പെയിൻറ്റർ ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പൈപ്പ് ഫിറ്റർ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞ് SLC പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്ലംബർ ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് പൈപ്പ് ഫിറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. റിഗർ പോസ്റ്റിലേക്ക് 7ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ റിഗർ ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അടുത്ത സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ പോസ്റ്റാണ്. സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫിറ്റർ ട്രേഡിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി അടുത്ത പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ 3 വർഷത്തെ ഡിപ്ലോമയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ITI കഴിഞ്ഞവർക്കല്ല, ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത യൂട്ടിലിറ്റി ഹാൻഡ് സ്കിൽഡ് പോസ്റ്റാണ്. യൂട്ടിലിറ്റി ഹാൻഡ് സ്കിൽഡ് വിൽ ബി സെലക്ടഡ് ഫ്രം ഫിറ്റർ ട്രേഡിൽ നിന്നുമാണ് സെലക്ട് ചെയ്യുക. 2 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. വെൽഡിംഗ് പ്ലാന്റിൽ അല്ലെങ്കിൽ ഓക്സി അസറ്റിലിൻ എക്യുപ്മെന്റ് എക്സെട്ര തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ 2 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഫിറ്റർ ട്രേഡിൽ നിന്നുമായിരിക്കും യൂട്ടിലിറ്റി ഹാൻഡുകൾ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത പ്ലാനർ എസ്റ്റിമേറ്റർ ആണ്. SLC അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലിലോ ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്ത പ്ലാനർ എസ്റ്റിമേറ്റർ ഇലക്ട്രിക്കൽ പോസ്റ്റാണ്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത പാരാമെഡിക് പോസ്റ്റിലേക്ക് +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ഇൻ നഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 3 വർഷത്തെ ആ ഒരു ഡിഗ്രി ഡിപ്ലോമ ഇൻ ഈ പറയുന്ന നഴ്സിംഗിൽ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് കഴിഞ്ഞവർക്കും BSc നഴ്സിംഗ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്.
പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ മിനിമം 100 ബെഡുള്ള ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ലഭിക്കുക. ഇനി അവസാനത്തെ പോസ്റ്റ് യൂട്ടിലിറ്റി ഹാൻഡ് സെമി സ്കിൽഡ് പോസ്റ്റാണ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ഡെസിഗ്നേറ്റഡ് ട്രേഡ് അല്ല, അതുകൊണ്ട് തന്നെ SLC പാസ്സായിരിക്കണം. മാത്രമല്ല NIC സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ഒരു ട്രേഡിൽ NIC സർട്ടിഫിക്കറ്റ്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. പക്ഷേ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ യൂട്ടിലിറ്റി ഹാൻഡിൽ ഏകദേശം ഒരു വർഷമെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് യൂട്ടിലിറ്റി ഹാൻഡിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ചില പോസ്റ്റുകളിലേക്ക് മാത്രമേ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടുള്ളൂ. മറ്റ് പല പോസ്റ്റുകളിലേക്കും അതാത് ബന്ധപ്പെട്ട ട്രേഡുകളിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ NIC ഉള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ചില പോസ്റ്റുകളിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതും ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമാക്കി തന്നിരുന്നു. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ വിശദമായിട്ട് തന്നെ പരിശോധിച്ച് നോക്കുക. 3, 4, 5 പേജുകളിലായിട്ടാണ് ഓരോ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തോട്ട് വന്ന് കഴിഞ്ഞിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു സ്പെഷ്യൽ മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. എക്സാം ബേസ്ഡ് ആയിരിക്കും സെലക്ഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസിന്, അതായത് 1 മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 10 മാർക്ക്, 2 മുതൽ 3 വർഷം വരെ ഉള്ളവർക്ക് 12 മാർക്ക്, അങ്ങനെ 6 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 20 മാർക്ക് വരെയെല്ലാം നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. സാലറി ഇവിടെ നൽകേണ്ട സ്കിൽഡ് ഗ്രേഡ് 1 പോസ്റ്റുകളിലേക്ക് ഏകദേശം 17,000 രൂപ മുതൽ 64,360 രൂപ വരെ സാലറി ലഭിക്കും. സെമി സ്കിൽഡ് ഗ്രേഡ് 1 പോസ്റ്റുകളിലേക്ക് 13,200 രൂപ മുതൽ 49,910 രൂപ വരെയുള്ള സാലറിയാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഏജ് ലിമിറ്റ് നമുക്ക് ഇവിടെ പരിശോധിക്കാം. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 38 വയസ്സാണ്. മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സാണ്. അപ്പോൾ 18 വയസ്സിനും 38 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂൺ 1, 2023 ഏജ് കണക്കാക്കുക. മാക്സിമം വയസ്സ് 38 വയസ്സാണ്. 18 വയസ്സ് കഴിഞ്ഞിരിക്കുകയും വേണം. ഏജ് റിലാക്സേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞു, റിട്ടേൺ ടെസ്റ്റ് ബേസ്ഡ് ആയിരിക്കും. പിന്നെ ഒരു ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സെലക്ഷൻ ആയിരിക്കും. റിട്ടേൺ ടെസ്റ്റിന് 30% വെയിറ്റേജ് ആണ് ഉണ്ടായിരിക്കുക. ഷിപ്പ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 50% വെയിറ്റേജ് ലഭിക്കും. ഇനി എക്സ്പീരിയൻസ് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് 20% ലഭിക്കും. ട്രേഡ് ടെസ്റ്റിൽ 50% വെയിറ്റേജ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൈവശം ഉണ്ടായിരിക്കും? നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം, നിങ്ങളുടെ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് റെസിപ്റ്റ്, പിന്നെ ഡോക്യുമെൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തോട്ട് വന്ന് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ കഴിയും. അപ്പോൾ ഇതിന് തൊട്ട് താഴെ എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നേരത്തെ കാണിച്ച ഈ ഒരു പേജിൽ നിന്ന് തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു കരിയർ പേജിൽ നിന്ന് തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യത്തിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കരിയർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നോൺ എക്സിക്യൂട്ടീവ് ടാബ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ കാണുന്ന ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കരിയേഴ്സ് എന്നൊരു സെക്ഷനിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഈ ഒരു കരിയേഴ്സ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ പേജിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നോൺ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡ്, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ വന്നിട്ടുള്ള ആളുകളായി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലാത്ത ആളുകളായി നിങ്ങളിവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഈ ഒരു ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID എല്ലാം നൽകിയതിന് ശേഷം നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം അവസാനം കാണുന്ന സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരുന്നതായിരിക്കും. ആ ഒരു വെരിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം, അത്തരത്തിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യും. അത്തരത്തിൽ യൂസർ നെയിമും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ലോഗിൻ പേജിലേക്ക് ഒരിക്കൽ കൂടി വന്നു കഴിഞ്ഞാൽ, അതായത് നേരത്തെ കണ്ട പോലെ തന്നെ കരിയർ പേജിലെ ഈ ഒരു ഹോം പേജിലെ ഈ ഒരു കരിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് എന്ന ഭാഗത്ത് വരിക. പിന്നീട് നിങ്ങൾക്ക് ഈ കാണുന്ന നോൺ എക്സിക്യൂട്ടീവ് എന്ന ഭാഗത്ത് രണ്ടാമത് വരുന്ന നോൺ എക്സിക്യൂട്ടീവ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലോഗിൻ സെക്ഷനിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഈ ഒരു ക്യാപ്ച കോഡ് നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് വരുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ നോട്ടിഫിക്കേഷൻ കണ്ട എല്ലാ പോസ്റ്റുകളുടെയും ലിസ്റ്റ് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അതിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ്, നോൺ എക്സിക്യൂട്ടീവ് തുടങ്ങിയുള്ള ടാബുകൾ ഉണ്ടായിരിക്കും. അതിൽ നോൺ എക്സിക്യൂട്ടീവ്
സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണുന്ന എല്ലാ പോസ്റ്റുകളും അവിടെ വരുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള സ്കാൻഡ് കളർ ഫോട്ടോഗ്രാഫ്, നിങ്ങൾ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങളുടെ മറ്റ് ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം JPG ഫോർമാറ്റിലുള്ള ഫയലുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. PDF ഫോർമാറ്റല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും മറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം JPEG ഫോർമാറ്റിലുള്ള ഫയലുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ചില സെക്ഷനുകളിൽ നിങ്ങൾക്കത് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നിങ്ങളവിടെ നോട്ട് അവൈലബിൾ എന്ന് സെലക്ട് ചെയ്യണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഒരു ഫീൽഡ് നിങ്ങൾ വെറുതെ വിടരുത്. അപ്പോൾ നിങ്ങളുമായി ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടി നിങ്ങളവിടെ NA എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ നൽകാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് അവസാനം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്കായിട്ട് നിങ്ങൾ പോവുക. പേയ്മെൻറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് 100 രൂപ ഫീസ് അടയ്ക്കാൻ കഴിയും. നിങ്ങൾ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് നിങ്ങൾക്ക് 100 രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കുവാൻ കഴിയും. SC/ST കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് ഒരിക്കൽ കൂടി ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവസാന തീയതിക്ക്, അതായത് ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഈ പറയുന്ന പ്രിൻ്റ് ഔട്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് നിങ്ങൾ അപ്പോൾ തന്നെ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഫ്യൂച്ചർ റെഫറൻസിന് അത് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്പോൾ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ആ ഒരു അപേക്ഷാ ഫോം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു അപേക്ഷാ ഫോമിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് പിന്നീടുള്ള റെഫറൻസിന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ജൂലൈ 4 അവസാന തീയതി. അതിന് മുന്നേ തന്നെ ഓൺലൈൻ അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാൻ, നിങ്ങൾക്ക് അവിടെയൊന്നും ഈ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നോക്കാവുന്നതാണ്. മാത്രമല്ല ഓൺലൈൻ അപേക്ഷയ്ക്കുള്ള ലിങ്ക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെ ഒരു കരിയർ പേജിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. അപ്പോൾ ഈ കാണുന്ന നോൺ എക്സിക്യൂട്ടീവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായാലും യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കുക. മാത്രമല്ല ഈ പറയുന്ന യോഗ്യതകളുള്ള IT അതുപോലെ തന്നെ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.